സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. 4 വർഷത്തിനിടെ ലൈംഗിക അതിക്രമത്തിനിരയായത് 27,250 സ്ത്രീകളാണ്. ലൈംഗിക പീഡനങ്ങൾ മാത്രം 9,806 കേസുകൾ. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കാരണം 27,250 സ്ത്രീകൾ ഒരു വർഷത്തിനിടെ ലൈംഗിക അതിക്രമത്തിനിരയായി 4 വർഷത്തിനിടെ ലൈംഗിക അതിക്രമത്തിനിരയായി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ള സംസ്ഥാനമായ കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നത് ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സർക്കാർ എന്തുകൊണ്ട് ഇതിനെതിരെ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതല്ലേ ഇവിടെ പ്രസക്തമായ കാര്യം? ദേവിക, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞാണ്. അത് എറണാകുളത്തെ വിദ്യാർത്ഥിനിയായിരുന്ന ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നാണ് അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ചർച്ചകൾ നടക്കുകയും CPM അതിൽ സ്ത്രീ സുരക്ഷ അവകാശപ്പെടുകയും അങ്ങനെയാണ് ആ ഒന്നാം പിണറായി സർക്കാരിന്റെ വിജയത്തിനൊരു കാരണം കൂടി ഈ കേസ് കൂടിയായിരുന്നു. അങ്ങനെ സ്ത്രീ സുരക്ഷയ്ക്ക് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഉണ്ടാവണമെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വരണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 10 വർഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ ഈ കണക്കുകൾ പറയുന്നത് കേവലം 4 വർഷത്തെ കണക്കാണ് ഇപ്പോൾ പറയുന്നത്. അതായത് 2021 മുതൽ 2024 വരെ ഉണ്ടായ ആ ഒരു കണക്കുകളാണ്. ഈ കണക്കുകളാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നത്. അതായത് സ്ത്രീകൾക്കെതിരെ ഉണ്ടായ ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു കണക്കുകളാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ അക്രമങ്ങൾ അല്ലെങ്കിൽ മറ്റ് കേസുകൾ വേറെ നിലനിൽക്കുന്നുണ്ട്. കേവലം ഈ 2 കേസുകൾ, ബലാത്സംഗവും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഈ 4 വർഷ കാലയളവിൽ ഉണ്ടായത് അതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതെന്ന് പറയുന്നത്. 2021 മുതൽ 2024 വരെ ഉണ്ടായ ലൈംഗിക അതിക്രമ കേസുകളാണ്. അതായത് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിട്ടുള്ള കേസുകളാണ് 27,250. ഈ 27,250 സ്ത്രീകൾക്കെതിരെയാണ് ഈ ലൈംഗികാതിക്രമം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ബലാത്സംഗ കേസുകളുടെ ഒരു എണ്ണത്തിന് വർധനവും നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് 9,806 സ്ത്രീകളാണ് ഇക്കാലയളവിൽ സംസ്ഥാനത്ത് ബലാത്സംഗത്തിനിരയായത്. നമുക്കറിയാം, ഈ അടുത്ത സമയത്തടക്കം പല കേസുകളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. തലസ്ഥാന നഗരിയിലടക്കം രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പല കേസുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുള്ള കാലാവധിയിൽ പല കേസുകളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായത്. വഞ്ചൂർ അടക്കമുള്ള സ്ത്രീകൾ ഒരു വീട്ടമ്മയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ സംസ്ഥാനത്തെ ഭരണ സംവിധാനം കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനം കണ്ണടയ്ക്കുന്നു, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ ഈ 4 വർഷത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ ഈ 2021 മുതൽ 2024 വരെയുള്ള വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 2339 സ്ത്രീകൾ ആണ് ബലാത്സംഗത്തിനിരയായത്. 2022 2518 സ്ത്രീകൾ, 2023 2562 സ്ത്രീകൾ, 2024 2387 സ്ത്രീകൾ എന്നിങ്ങനെയാണ് ഈ വർഷങ്ങളുടെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെ കണക്കാണ് ഓരോ വർഷവും. അതോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമങ്ങൾ, അത് ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകും. അതിൽ ഉണ്ടായിട്ടുള്ളതാണ് 2021 4,059 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2022 4,940 ആയി മാറിയത്. 2023 ആകുമ്പോഴേക്കും 4,816 ആവും. അത് 2024 ഒക്ടോബർ വരെയുള്ള കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലും ഇപ്പോൾ പറഞ്ഞതിലും. 2024 കണക്കുകൾ എന്ന് പറയുന്നത് അത് ഒക്ടോബർ മാസം വരെയുള്ള കണക്കുകളാണ്. അതിൽ 3,600 സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് അധികാരത്തിലേറുന്നു എന്ന് പറഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് വരുന്ന ലജ്ജിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദ വിവരങ്ങൾ നൽകിയത്.